ഓം ശാന്തി. പ്രഭാതം മുരളി. ഡേറ്റ് 21/8/2020. ബാബയുടെ മഹാവാക്യം. मीठे बच्चे ज्ञान तो बुद्धि में धारण कर आपस में मिलकर क्लास चलाओ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ബുദ്ധിയിൽ ജ്ഞാനത്തെ ധാരണ ചെയ്ത് പരസ്പരം ഒരുമയോടെ ധാരണയോടെ ക്ലാസുകൾ നടത്തണം. अपना औरों का कल्याण कर सच्ची कमाई करते रहो. സ്വയം തൻ്റെയും മറ്റുള്ളവരുടെയും മംഗളം ചെയ്ത് സത്യമായ സമ്പാദ്യം ഉണ്ടാക്കുക. പ്രശ്ന, തും ബച്ചോ മേ കൗൻ സാ അഹങ്കാർ കഭി നഹി ആനാ ചാഹിയെ. നിങ്ങൾ കുട്ടികളിൽ ഏതുവിധ അഹങ്കാരമാണ് ഉണ്ടാകാൻ പാടില്ലാത്തത്? ഉത്തർ, कई बच्चों में अहंकार आता है कि ये छोटी छोटी बालकियां हमें क्या समझाएगी. ഈ കൊച്ചു കൊച്ചു പെൺകുട്ടികൾ എന്താണ് നമ്മെ പഠിപ്പിക്കുന്നത്, അഥവാ എന്താണ് ഇവർ മനസ്സിലാക്കി തരാൻ കഴിയുന്നത്? ഈ വിധത്തിലുള്ള അഹങ്കാരം നിങ്ങൾ കുട്ടികളിൽ ഉണ്ടാകരുത്. ബഡി ബഹൻ ചലി ഗയി തോ. കാരണം സെൻട്രലിലെ മുതിർന്ന സഹോദരി മറ്റെവിടെയെങ്കിലും സേവാർത്ഥം പോവുകയാണെങ്കിൽ റൂട്ട് ക ക്ലാസ് മേ ആന ബന്ദ് കർ ദേംഗെ. ചിലർ ക്ലാസ്സിലേക്ക് വരാതെ തന്നെ ഇരിക്കുന്നു. യഹ് മായ ക വിഘ്ന. ബാബ പറയാണ്, ഇതും ഒരു തരത്തിൽ മായയുടെ വിഘ്നമാണ്. ബാബ കേത്തെ ബच्चे तुम सुनाने वाली टीचर के नाम रूप को ना देख ബാക്കി യാദ് മേര മുരളി സുനു. ബാബ പറയുന്നു, കുട്ടികളെ, ആരാണ് മുരളി കേൾപ്പിക്കുന്നത് അത് വായിക്കുന്നത്, ആ സഹോദരിയുടെ നാമരൂപത്തിൽ കുടുങ്ങാതെ അഥവാ അവരിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ പോകാതെ ഒരു ബാബയുടെ ഓർമ്മയിലിരുന്ന് ബാബയുടെ മഹാവാക്യം ആസ്വദിക്കൂ അഥവാ കേൾക്കൂ. അഹങ്കാർ മേ മത് ആവോ. ഒരിക്കലും അഹങ്കാരത്തിൽ വരരുത്. ഇവർ ചെറിയ സിസ്റ്റേഴ്സാണ്, ഇവരെന്താ നമുക്ക് പഠിപ്പിക്കാനുള്ളത്, ആ രീതിയിലുള്ള മിഥ്യ അഹങ്കാരത്തിൽ വരരുത്. ധാരണയ്ക്കുള്ള പ്രധാന പോയിന്റ് 1, ധ്യാൻ रखना है कि मुरली सुनते समय बुद्धि बाहर भटकता तो नहीं है. ബാബയുടെ മഹാവാക്യം കേൾക്കുമ്പോൾ ബുദ്ധി പുറം ലോകത്തിൽ അഥവാ ബാഹ്യമായി അലയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. സദാ സ്മൃതി രഹേ കി ഹം ശിവ ബാബ കെ മഹാവാക്യ സുൻ രഹേ ഹെ. സദാ സ്മൃതി ഉണ്ടായിരിക്കണം, ഞാൻ ശിവബാബയുടെ മഹാവാക്യമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യബി യാദ് കി യാത്ര ഹെ. ഇതും കൂടി ഓർമ്മയുടെ യാത്രയാകുന്നു. 2, अपने आप को देखना है कि हमारे में ज्ञान योग और दैवी गुण है. സ്വയം തന്നിൽ പരിശോധിച്ചു നോക്കുക, എന്നിൽ ജ്ഞാനം യോഗവും ദൈവീക ഗുണങ്ങളുടെ ധാരണയും ഉണ്ടോ? ലാലച്ച് കാ ഭൂതത്വ നഹി ഹെ. അത്യാഗ്രഹത്തിൻ്റെ ഭൂതം അഥവാ ലോഭം എന്നിലില്ലല്ലോ. മായാക്കെ വശ് കൊയ് വികർമ്മത്വ നഹി ഹോത്ത. മായയ്ക്ക് വശനായി ഏതെങ്കിലും രീതിയിൽ വികർമ്മങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. വരദാൻ, ദിവ്യ ബുദ്ധിക്ക് ലിഫ്റ്റ് ദ്വാര. ദിവ്യബുദ്ധിയാകുന്ന ലിഫ്റ്റിലൂടെ തീനോ ലോകോं का सैर करने वाले सहज योगी भव. 3 ലോകങ്ങളിലും പരിക്രമണം നടത്തുന്ന സഹജയോഗിയായി ഭവിക്കൂ. വിശദീകരണം, संगम युग पर सभी बच्चों को ദിവ്യ ബുദ്ധിക്ക് ലിഫ്റ്റ് മിൽത്തി ഹെ. സംഗമയുഗത്തിൽ എല്ലാ കുട്ടികൾക്കും ദിവ്യബുദ്ധിയാകുന്ന ലിഫ്റ്റ് ലഭിക്കുന്നു. ഇസ് വണ്ടർഫുൾ ലിഫ്റ്റ് ദ്വാര തീനോ ലോകോ മേ ജഹാ ചാഹോ വഹാ പൗഞ്ച് സക്തേ ഹോ. ഈ അത്ഭുതകരമായ ലിഫ്റ്റിൻ്റെ ആധാരത്തിലൂടെ 3 ലോകങ്ങളിലും എവിടെ ആഗ്രഹിക്കുന്നുവോ അവിടെ എത്തിപ്പെടാൻ കഴിയുന്നു. സിർഫ് സ്മൃതി കാ സ്വിച്ച് ഓൺ കറോ. കേവലം സ്മൃതിയുടെ സ്വിച്ച് ഓൺ ചെയ്യുക. तो सेकेंड में पहुंच जाएंगे. അപ്പോൾ 1 സെക്കൻഡിൽ
അവിടെ എത്തിച്ചേരാൻ കഴിയും. और जितना समय जिस लोक का अनुभव करना चाहो उतना समय वहाँ स्थित रह सकते हो. കൂടാതെ എത്ര സമയം ഏത് ലോകത്തിൻ്റെ അനുഭവം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവോ അത്രയും സമയം അവിടെ സ്ഥിതി ചെയ്യാൻ കഴിയുന്നു. इस लिफ्ट को यूज़ करने के लिए അമൃത് വേളെ കെയർഫുൾ ബൻ. ഈ ലിഫ്റ്റിനെ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നതിനായി അമൃത് വേളയിൽ വളരെയധികം ശ്രദ്ധാലുവായി. സ്മൃതി കെ സ്വിച്ച് കോ യഥാർത്ഥ രീതി സെ സെറ്റ് കरो. സ്മൃതിയാകുന്ന സ്വിച്ചിനെ യഥാർത്ഥ രൂപത്തിൽ സെറ്റ് ചെയ്യുക. അതോറിറ്റി ഹോക്കർ ഇസ് ലിഫ്റ്റ് കോ കാര്യമേ ലഗാവോ. അധികാരത്തോടുകൂടി ഈ ലിഫ്റ്റിനെ കാര്യത്തിൽ പ്രായോഗികമാക്കുക. तो സഹജയോഗി ബൻ ജായേംഗെ. അപ്പോൾ സഹജയോഗികളായിത്തീരും. മേഹനത് സമാപ്ത് ഹോ ജായേംഗെ. അധ്വാനം അതോ പരിശ്രമം ഇല്ലാതായിത്തീരും. സ്ലോഗൻ मन को सदा मौज में रखना यही जीवन जीने की कला है. മനസ്സിനെ സദാ ആനന്ദത്തിൻ്റെ അവസ്ഥയിൽ വയ്ക്കുക, ഇത് തന്നെയാണ് ജീവിതം നയിക്കുന്ന കല. अच्छा मीठे मीठे सिखिलदे बच्चों प्रति माता पिता बाप दादा का याद प्यारा गुड मॉर्निंग. रूहानी बाप की रूहानी बच्चों को नमस्ते. हम रूहानी बच्चों की रूहानी बाप को याद प्यार गुड मॉर्निंग. नमस्ते नमस्ते नमस्ते. ओम शांति.